പ്ലസ് ടു ഫിസിക്സിലെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിൽ നിന്നും ഇതിനു മുമ്പ് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2020 മാർച്ചിൽ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യനാണിത്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇക്വറ്റോറിയൽ ആൻഡ് ആക്സിയൽ ഫീൽഡ്സ് ഡ്യൂ ടു എ ബാർ മാഗ്നറ്റ് ഓഫ് ലെങ്ത് 5 cm at a distance of 50 cm from its midpoint? The magnetic moment of bar magnet is 0.40 ampere meter square. ഒരു ബാർ മാഗ്നറ്റ് തന്നിരിക്കുന്നു, അതിൻ്റെ ലെങ്ത് 5 cm ആണ്. ഈ ബാർ മാഗ്നറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് 50 cm അകലെയുള്ള ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിലെയും ഇക്വറ്റോറിയൽ ലൈനിലെ പോയിന്റിലെയും മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. മാഗ്നറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് 50 cm അകലെ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റിലെയും അതുപോലെ സെൻറ്ററിൽ നിന്ന് 50 cm അകലെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഒരു പോയിന്റിലെയും മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുക. അതുപോലെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദ ബാർ മാഗ്നറ്റ് ഈസ് 0.40 ആംപിയർ മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. ആ മാഗ്നറ്റിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്, മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് 0.40 ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്തെഴുതാം. ഗിവൺ എം ഇസ് ഈക്വൽ ടു 0.4 ആംപിയർ മീറ്റർ സ്ക്വയർ, 2L ലെങ്ത് ഓഫ് ദ മാഗ്നറ്റ് 5 cm ആണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ L എന്ന് പറയുന്നത് 2.5 × 10⁻² മീറ്റർ എന്ന് എഴുതാം. ഡിസ്റ്റൻസ് R 50 cm ആണ്, 50 × 10⁻² മീറ്റർ. ഇനി ഇക്വറ്റോറിയൽ ലൈനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് μ0 / 4π × m/r³. നമുക്ക് μ0 / 4π എന്നുള്ളതിൻ്റെ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 10⁻⁷ ആണ്. എമ്മിൻ്റെ വാല്യൂ 0.4 എന്ന് തന്നിട്ടുണ്ട്. ഇനി r³ എന്ന് പറഞ്ഞാൽ 50 × 10⁻²3. ആൻസർ നമുക്ക് 3.2 × 10⁻⁷ ടെസ്ല എന്ന് ലഭിക്കും. അതുപോലെ തന്നെ ആക്സിയൽ ലൈനിലുള്ള μ0 / 4π × 2m/r³, 10⁻⁷ ശരിക്കും നോക്കുക, ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഇക്വേഷൻ നോക്കുക. μ0 / 4π × m/r³ ആണ്, ഇവിടെ 2m/r³ ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന ഈ വാല്യൂ × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ കിട്ടും. μ0 / 4π m/r³ കോമൺ ആണ്. 2 × നമുക്ക് BA എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ആൻസർ 6.4 × 10⁻⁷ ടെസ്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് തന്നെ നമുക്ക് നോക്കാം. 10⁻⁴ μ0 / 4πയുടെ വാല്യൂ 10⁻⁷ ആണ്. 2 × എമ്മിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 0.4 ആണ്. ഡിവൈഡ് ബൈ r³ എന്ന് പറഞ്ഞാൽ 50 × 10⁻⁻²3. അപ്പോൾ നമുക്ക് ആൻസർ 6.4 × 10⁻⁷ ടെസ്ല എന്ന് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ബി ഇക്വറ്റോറിയൽ എന്നുള്ളതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബി ആക്സിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്കൊരു സംശയം വരാം. ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇവിടെ മാഗ്നറ്റിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ടായിരുന്നു 2L = 5 cm. നമുക്കതിൽ നിന്ന് L 2.5 × 10⁻² മീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഈക്വേഷൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ഈ ഈക്വേഷൻ ഇങ്ങനെയാണ്. B = μ0 / 4π × m/r² + L² √3/2. ഇനി ആക്സിയൽ ലൈനിലാണെങ്കിൽ μ0 / 4π × 2md / r² - L² ഇതാണ് യഥാർത്ഥത്തിലുള്ള ഇക്വേഷൻ. നമ്മളിവിടെ ഒരു ഷോർട്ട് മാഗ്നറ്റാണ്, ബാർ മാഗ്നറ്റിൻ്റെ ലെങ്ത് വളരെ കുറവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞാൽ 5 cm നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ L എന്ന് പറയുന്ന ലെങ്ത് 2L എന്ന് പറയുന്നതാണ് 5 cm. L എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 2.5 cm ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 cm ആണ്. അപ്പോൾ ഈ 50 cm കമ്പയർ ചെയ്യുമ്പോൾ ഈ 2.5 എന്ന് പറയുന്ന ലെങ്ത് വളരെ സ്മോളാണ്. അതായത് ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ വെരി മച്ച് ഗ്രേറ്റർ ദാൻ L. therefore നമ്മളിവിടെ L എന്ന് പറയുന്ന ടേമിനെ നെഗ്ലക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ L² എന്ന് വരുന്ന ഈ ടേം, എല്ലിൻ്റെ ടേം നമ്മളിവിടെ നെഗ്ലക്റ്റ് ചെയ്യുന്നു. എന്നിട്ടാണ് നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്യുന്നത്. ഈ രീതിയിൽ ചെയ്താലും കറക്റ്റാണ്. അപ്പം ചെറിയൊരു വേരിയേഷനും വരും, നമുക്ക് ചെയ്യാൻ അല്പം കൂടി പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഷോർട്ട് മാഗ്നറ്റ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്ത് L എന്ന് പറയുന്ന ടേം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ആൻസറിലേക്ക് എത്തിച്ചേരുന്നത്.
The vertical component of S magnetic field at a given place is root 3 times its horizontal component. ഒരു സ്ഥലത്തെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് റൂട്ട് 3 ടൈംസ് ഇറ്റ്സ് ഹോറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇഫ് ടോട്ടൽ ഇൻറ്റൻസിറ്റി ഓഫ് എസ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പ്ലേസ് ഈസ് 0.4 ഗോസ്, ആ സ്ഥലത്തുള്ള ടോട്ടൽ ഇൻറ്റൻസിറ്റി ബിയുടെ വാല്യൂ നമുക്ക് 0.4 ഗോസ് എന്ന് നമുക്ക് ലഭിക്കുന്നു. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എസ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ബി എച്ചിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ബിയുടെ വാല്യൂ റൂട്ട് 3 ടൈംസ് ബി എച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബിയുടെ വാല്യൂ 0.4 ജി ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ബി എച്ചിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹോറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഈവൻ ബി ബി ഈസ് ഈക്വൽ ടു റൂട്ട് 3 ഇൻറ്റു ബി എച്ച്. വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് റൂട്ട് 3 ടൈംസ് ഹോറിസോണ്ടൽ കമ്പോണൻ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബി ഈസ് ഈക്വൽ ടു 0.4 ഗോസ് എന്നും തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഇക്വേഷൻ ഇതാണ്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ബി വി ഡിവൈഡ് ബൈ ബി എച്ച്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ബി വി ഡിവൈഡ് ബൈ ബി എച്ച്. ഇനി ഇവിടെ നോക്കാം, ഈ ബി വി എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ബി വി ഈസ് ഈക്വൽ ടു റൂട്ട് 3 ബി എച്ച് എന്ന് എഴുതാം. ബി വി ഈസ് ഈക്വൽ ടു റൂട്ട് 3 ബി എച്ച് ഡിവൈഡ് ബൈ ബി എച്ച്. ഇപ്പം ബി എച്ചും ബി എച്ച് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ടാൻ തീറ്റയുടെ വാല്യൂ റൂട്ട് 3 എന്ന് കിട്ടും. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് 3. ടാൻ തീറ്റയ്ക്ക് റൂട്ട് 3 വാല്യൂ കിട്ടുന്നത് തീറ്റയുടെ വാല്യൂ 60 ഡിഗ്രി ആകുമ്പോൾ, തീറ്റ 60 ആകുമ്പോഴാണ് ടാൻ തീറ്റയുടെ വാല്യൂ റൂട്ട് 3 കിട്ടുന്നത്. അതുകൊണ്ട് ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് 60 ഡിഗ്രി എന്ന് നമുക്ക് ലഭിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് ബി എച്ച് കണ്ടുപിടിക്കാം. ബി എച്ച് ഈസ് ഈക്വൽ ടു ബി കോസ് തീറ്റ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ബി എച്ച് ഈസ് ഈക്വൽ ടു ബി കോസ് തീറ്റ, ഹോറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് ഇക്വേഷൻ. ഈ ബിയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.4 ആണ് ഇൻറ്റു കോസ് 60. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 0.4 ഇൻറ്റു കോസ് 60യുടെ വാല്യൂ 1/2 ആണ്. അതുകൊണ്ട് നമുക്ക് 0.2 ബി എച്ചിൻ്റെ വാല്യൂ നമുക്ക് 0.2 ഗോസ് എന്ന് നമുക്ക് ലഭിക്കും. ബി എച്ച് ഈസ് ഈക്വൽ ടു 0.2 ഗോസ്. Then, based on the magnetic property, materials are classified into diamagnetic, paramagnetic and ferromagnetic. Compare paramagnetic and ferromagnetic materials in view of magnetic susceptibility. അപ്പോൾ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി അനുസരിച്ച് മെറ്റീരിയൽസിനെ പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് ഇവ തമ്മിലൊന്ന് കമ്പയർ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ നോക്കാം. പാരാമാഗ്നറ്റിക്കിൻ്റെ സസെപ്റ്റിബിലിറ്റി സ്മോൾ ആണ്, അതുപോലെ പോസിറ്റീവ് ആണ്. അപ്പം സസെപ്റ്റിബിലിറ്റി ഓഫ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് സ്മോൾ ആൻഡ് പോസിറ്റീവ്. ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ പോസിറ്റീവ് ആണ്, എന്നാൽ വാല്യൂ ഹൈ ആണ്. അപ്പം ഇതാണ് ചെറിയൊരു, രണ്ടിൻ്റെയും വാല്യൂ പോസിറ്റീവ് ആണ്. പാരാമാഗ്നറ്റിക്കിൽ സ്മോൾ വാല്യൂ ആണ്, ഫെറോമാഗ്നറ്റിക്കിൽ ഒരു ഹൈ വാല്യൂ ആണ്. ഇൻ ബോത്ത് കേസ് സസെപ്റ്റിബിലിറ്റി വേരീസ് ഇൻവേഴ്സ്ലി ആസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സസെപ്റ്റിബിലിറ്റി കുറയുന്നു. രണ്ട് കേസിലും, ഫെറോമാഗ്നറ്റിക്കിലും പാരാമാഗ്നറ്റിക്കിലും സസെപ്റ്റിബിലിറ്റി വേരീസ് ഇൻവേഴ്സ്ലി ആസ് ടെമ്പറേച്ചർ. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നോക്കാം. സ്റ്റേറ്റ് ദ ലോ എക്സ്പ്ലെയിനിങ് ദ വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി വിത്ത് ടെമ്പറേച്ചർ ഇൻ ദ കേസ് ഓഫ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ അകത്ത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് വേരി ചെയ്യുന്നു. ആ ലോ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ആ ലോയുടെ നമ്മളോട് സ്റ്റേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ വാട്ട് ഹാപ്പൻസ് ടു ഇസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വെൻ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിക്ക് എന്ത് സംഭവിക്കും? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിക്ക് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള വേരിയേഷൻ കാണിക്കുന്ന ലോ ക്യൂരീസ് ലോയാണ്. The magnetic susceptibility of a paramagnetic substance is inversely proportional to the absolute temperature. This is known as Curie's law. അപ്പോൾ ഫെറോമാഗ്നറ്റിക്സിൽ പാരാമാഗ്നറ്റിക്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ദിസ് ഈസ് നോൺ ആസ് ക്യൂരീസ് ലോ. ഓൺ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യും. ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഡിക്രീസസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യൂരീസ് ടെമ്പറേച്ചറിൽ എത്തിക്കഴിയുമ്പോൾ എന്താവും? ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി പൂർണ്ണമായും നഷ്ടപ്പെട്ട് അത് പാരാമാഗ്നറ്റിക് ആയിട്ട് മാറും. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യും. A solenoid has a core of material with relative permeability 400. Solenoid has a core of material with a relative permeability 400. The windings of solenoid are insulated from the core and carry a current of 2 ampere. If the number of turns is 1000 per meter,
കാൽക്കുലേറ്റ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. എച്ചിൻ്റെയും ബിയുടെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിട്ടുണ്ട് മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 2 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പെർ മീറ്ററിൽ അതിൻ്റെ ഏതെങ്കിലും യൂണിറ്റ് മീറ്ററിൽ 1000 ടേൺസ് ആണ് ഇതിലുള്ളത്. സോളിനോയിഡിലുള്ള ടേൺസിൻ്റെ എണ്ണം 1000 ആണ്, 1000 പെർ മീറ്റർ. അങ്ങനെയെങ്കിൽ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എച്ച് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബി, ഇവ രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തന്നിട്ടുണ്ട് മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റി തന്നിട്ടുണ്ട് 400, ഫ്ലോ ചെയ്യുന്ന കറണ്ട് I 2 ആംപിയർ, നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ 1000. ഇനി മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി H is equal to N into I ആണ്, അതായത് 1000 into 2, 2000 ആംപിയർ മീറ്റർ പെർ മീറ്റർ നമുക്ക് ലഭിക്കും. അതായത് 2000 ആംപിയർ മീറ്റർ ആണ് 1 മീറ്ററിലുള്ള മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി μ0 H ആണ്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും μ0യുടെ വാല്യൂ 4π × 10⁻⁻⁷ ആണ്. ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ നമുക്ക് ഇവൻ 2000 ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും 8π × 10⁻⁻4 ടെസ്ല, 8π × 10⁻⁻4 ടെസ്ല എന്ന് ലഭിക്കും. Two magnetic dipoles P and Q are placed in a uniform magnetic field B as shown. രണ്ട് മാഗ്നറ്റിക് ഡൈപോളുകൾ പിയും ക്യൂവും യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ബി എന്ന് പറയുന്നൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കുക രണ്ട് കേസിലും. ഇനി ബോത്ത് ദ ഡൈപോൾസ് ഡു നോട്ട് എക്സ്പീരിയൻസ് എനി ടോർക്ക് വൈ, ഇവ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണ്? രണ്ടാമത് ഐഡൻറ്റിഫൈ ദ ഡൈപോൾ വിച്ച് ഈസ് ഇൻ മോസ്റ്റ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. മോസ്റ്റ് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലുള്ള ഡൈപോൾ ഇതിൽ പി ആണോ ക്യൂ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ആദ്യത്തെ ആൻസർ നോക്കാം. ഇവ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഡൈപോൾ മൊമെൻറ്റ് ഈസ് പാരലൽ ഓർ ആൻറ്റി പാരലൽ വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഡൈപോൾ മൊമെൻറ്റിന് പാരലലായിട്ടോ അല്ലെങ്കിൽ ആദ്യത്തെ കേസിൽ പാരലലായിട്ടോ രണ്ടാമത്തെ കേസിൽ ആൻറ്റി പാരലലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ, ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്, ബിയുടെ ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ട് കേസിലും ബിയുടെ ഡയറക്ഷൻ ഇതാണ്. ഇനി ഡൈപോൾ മൊമെൻറ്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? സൗത്തിൽ നിന്ന്. അപ്പം ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്ക് എന്ന് പറഞ്ഞാൽ ആൻറ്റി പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കാണ് പറഞ്ഞാൽ പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം പാരലൽ ആയാലും ആൻറ്റി പാരലൽ ആയാലും ഡൈപോൾ മൊമെൻറ്റ് ഒന്നുകിൽ പാരലലാണ്, ആദ്യത്തെ കേസിൽ ആൻറ്റി പാരലലാണ്, സെക്കൻഡ് കേസിൽ പാരലലാണ്. അപ്പം പാരലൽ ആയാലും ആൻറ്റി പാരലൽ ആയാലും അവിടെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ആംഗിൾ എത്രയാണ്? 0 തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല? മാഗ്നറ്റിക് ഫീൽഡ് പാരലലോ ആൻറ്റി പാരലലോ വരുന്ന കേസുകളിൽ നമുക്ക് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ടോക്കിൻ്റെ ഇക്വേഷൻ നോക്കുക. എന്നിട്ട് ഇവിടെ തീറ്റയുടെ വാല്യൂ 0യും അതുപോലെ തന്നെ 180യും വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സെക്കൻഡ് കേസിൽ ഐഡൻറ്റിഫൈ ദ ഡൈപോൾ വിച്ച് ഈസ് ഇൻ മോസ്റ്റ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. തന്നിരിക്കുന്നവയിൽ മോസ്റ്റ് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലുള്ള ഡൈപോൾ ഏതാണെന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് നോക്കുക. ആദ്യത്തേത് നമ്മൾ പറഞ്ഞു ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കാണ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ സൗത്ത് ടു നോർത്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. രണ്ടാമത്തെ കേസിൽ ക്യൂ എന്ന കേസിൽ സൗത്ത് പോൾ ടു നോർത്ത് പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അതുപോലെ തന്നെ ഡൈപോൾ മൊമെൻറ്റും ഒരേ ഡയറക്ഷനിൽ വരുന്നത് ക്യൂവിലാണ്. അതുകൊണ്ട് എന്താണ്? മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത് ക്യൂ ആയിരിക്കും. ആൻസർ ഡൈപോൾ ക്യൂ ആണ്. ബിക്കോസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഫ്രം സൗത്ത് പോൾ ടു നോർത്ത് പോൾ. ഹിയർ ബി ഈസ് ഓൾസോ ഇൻ സെയിം ഡയറക്ഷൻ. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനും സെയിം ആയിട്ട് വരുന്നതായിരിക്കും സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലുള്ളത്. There are 3 independent quantities
conventionally used to specify the Earth's magnetic field, define dip, magnetic declination and horizontal intensity. ഇത് 2020 സേ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ 3 ക്വാണ്ടിറ്റീസാണ് നമ്മളതിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ സ്പെസിഫൈ ചെയ്യാൻ 3 ക്വാണ്ടിറ്റീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്: ഡിപ്പ്, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ ഇൻറ്റൻസിറ്റി. അപ്പോൾ ഓരോന്നിനെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മളിത് പാർട്ട് 4-ൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഉള്ള സംശയമുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊന്ന് റെഫർ ചെയ്യുക. ക്ലാസിഫൈ ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഇൻറ്റു ഡയാമാഗ്നറ്റിക് ആൻഡ് പാരാമാഗ്നറ്റിക്. തന്നിരിക്കുന്ന മെറ്റീരിയൽസിനെ പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കുമായിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെഡ്, മഗ്നീഷ്യം, ടങ്സ്റ്റൺ, കോപ്പർ. ഇതിൽ ഡയാമാഗ്നറ്റിക് ലെഡും കോപ്പറും ഡയാമാഗ്നറ്റിക്കാണ്. പാരാമാഗ്നറ്റിക് ആയിട്ടുള്ളത് മഗ്നീഷ്യവും ടങ്സ്റ്റണുമാണ്. Distinguish between diamagnetic, paramagnetic and ferromagnetic materials with examples. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, അല്ലെങ്കിൽ അവ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഫിഗർ തന്നിട്ട് ആ മെറ്റീരിയൽ ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ എക്സാമ്പിൾസ് തന്നിട്ട് അവയെ ക്ലാസിഫൈ ചെയ്യാൻ പറയും. പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിനെ 3ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഷോർട്ട് ആൻസർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് ആൻസറാണ്. പാർട്ട് 6-ൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കാണ്. സംശയമുള്ളവർ ആ ഭാഗം ഒന്ന് റെഫർ ചെയ്യുക. സ്റ്റേറ്റ് ദ റീസൺ വൈ സോഫ്റ്റ് അയൺ ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ഇലക്ട്രോമാഗ്നറ്റ്സ്. ഇലക്ട്രോമാഗ്നറ്റുകൾ നിർമ്മിക്കാൻ ഇത് സോഫ്റ്റ് അയൺ ആണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? സോഫ്റ്റ് അയൺ ബിക്കംസ് മാഗ്നറ്റ് വെൻ കറണ്ട് ഈസ് പാസ് ത്രൂ ദ കോയിൽ and completely demagnetized when the electricity is removed. കറണ്ട് കൊടുക്കുന്ന സമയത്ത് സഡനായിട്ട് അത് മാഗ്നറ്റായിട്ട് മാറുന്നു. ഇനി കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനും സാധിക്കും. അപ്പം സോഫ്റ്റ്വെയറിൻ്റെ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മാഗ്നറ്റായിട്ട് മാറുന്നു. ഇനി കറണ്ടിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ആ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കറണ്ട് എപ്പോൾ ഇല്ലാതാവുന്നു, ഇലക്ട്രിസിറ്റി റിമൂവ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഡീമാഗ്നറ്റൈസ് ചെയ്യും. പിന്നെ അതിൻ്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒന്നും അവശേഷിക്കുന്നില്ല, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോളുകൾ അവശേഷിക്കുന്നില്ല. അപ്പോൾ സഡനായിട്ട് മാഗ്നറ്റ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ അതേ വേഗത്തിൽ തന്നെ അതിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യാനും സാധിക്കും. അതാണ് സോഫ്റ്റ് അയണിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് സോഫ്റ്റ് അയൺ ഇലക്ട്രോ മാഗ്നറ്റ് ആകാനായിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസ് അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞതാണ്. എന്തെങ്കിലും സംശയമുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി കാണുക. അടുത്ത ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.